നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യം. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല ആന്റി. പത്മാവതി, ടാബ്ലറ്റ് വല്ല ഇരിപ്പുണ്ടോ? അത് ഇത് ടാബ്ലറ്റിലൊന്നും നിൽക്കില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. ഇന്ന് സുസ്മിത തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? അതിന് എന്റെ വയറ്റിലല്ലേ വേദന. ചികിത്സ എന്താന്ന് എനിക്കല്ലേ അറിയൂ. ഓ, പറഞ്ഞതുപോലെ അതും ശരിയാണല്ലോ. ഓ, അപ്പൊ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോവാം സുസ്മിത. ഇത് ചിലപ്പോ മാരകമായ എന്തെങ്കിലും അസുഖമായിരിക്കും. അയ്യോ, ആണോ ശാലിനി? അതെ സത്യമ്മ, ഇങ്ങനെ പ്രത്യേകിച്ച് മറ്റു ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത വയറുവേദന അപ്പൻഡിസൈറ്റിസിന്റെ. അയ്യോ, ചിലപ്പം ചെറിയൊരു ഓപ്പറേഷൻ കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റും. ഓപ്പറേഷനോ? അതെ, ഓപ്പറേഷൻ തന്നെ. ഇവിടെ അടുത്തെ അപ്പൻഡിസൈറ്റിസിന്റെ സ്പെഷ്യാലിറ്റി ക്ലിനിക് ഉണ്ട്. ഇല്ലേ വിഷ്ണുട്ടാ? ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാ. അവരാ ഇവിടെ ഈ അസുഖത്തിന് ഫലപ്രദമായ ചികിത്സ നടത്തുന്നത്. നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്തൊരു ഭാഗം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന അവര് പറയുന്നത്. പിന്നെ വയറുവേദനയേ വരില്ല. എന്നാൽ അത് തന്നെ ചെയ്യാം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, ഓപ്പറേഷൻ ഒന്നും വേണ്ട. മോളെ, അസുഖം വന്നാ ചികിത്സിക്കണ്ടേ? വേദന കാരണം ഒരു അടി പോലും നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാ. ഇപ്പൊ എനിക്ക് യാത്ര ചെയ്യാനൊന്നും വയ്യ. കണ്ണിക്കൂടെ പൊന്നീച്ച പാറുക. കുറച്ചു നേരം ടാബ്ലറ്റ്സ് കഴിച്ചു കിടന്നാ ശരിയാവും. എന്നാ വാ മോളെ, മരുന്ന് ഞാൻ എടുത്തു തരാം. വാ. അയ്യോ വയ്യായേ. സാരമില്ല മോളെ, വാ. എന്റെ വയറ്. ശാന്തി മുഹൂർത്തം വേണ്ടെന്ന് വെപ്പിക്കല അടവത്. അവള് വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല വിഷ്ണുട്ടാ. ശാന്തി മുഹൂർത്തം കുറിച്ചെങ്കിൽ അതിന്ന് തന്നെ നടക്കും. എന്തെല്ലാം വിളയാട്ടം കാണിച്ചാലും നീ ഈ പൂച്ചയുടെ രക്ഷപ്പെടാൻ പോകുന്നില്ലടി. വയർ വേദനിച്ച് വയ്യാതെ കിടക്കുന്ന എന്നെ വന്ന് വെല്ലുവിളിക്കുന്നോടി. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. പാമാൻഡി. അയ്യോ, സത്യാമ്മയെ ഒന്നും വിളിക്കില്ലേ? ഞാൻ നിന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതല്ലേ. ഒരു സുഖവും ഇല്ല.
വയറ്റിനുള്ളിൽ ഞണ്ടെടുക്കുന്നത് പോലുള്ള വേദനയാ. ഉം, ഈ ഹോസ്പിറ്റലിൽ പോണെന്ന് തീർച്ചയാണോ? ആ പോണം. ഉം, എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, ആ ഹോസ്പിറ്റലിൽ പോവാം. ഉം, അവിടെ തന്നെ പോണെന്ന് എന്താ നിനക്ക് ഇത്ര നിർബന്ധം? അവിടെ പോകണ്ടെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? സുസ്മിതേ, അതെ, ചെറിയൊരു ട്രീറ്റ്മെന്റ് തീരാവുന്നതേ ഉള്ളൂ ഈ വേദന. ടാബ്ലറ്റിലൊന്നും ഇത് നിൽക്കില്ല എന്ന് നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ? അതിന് ടാബ്ലറ്റ് ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞു? ഇതേ വേറൊരു ട്രീറ്റ്മെന്റാ. ദേ, നിന്റെ ലാടവൈദ്യമൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ട് ചെലവാക്കടി. ഭാമാൻഡി, നിക്കവിടെ. ദാ, ഇതേ ഇത് കണ്ടിട്ട് നീ വേണമെങ്കിൽ പോയി വിളിച്ചോണ്ട് വാ. ഇനി വേറൊരു ചടങ്ങ് കൂടിയുണ്ട്, ശാന്തി മുഹൂർത്തം. എടി, അത് നടക്കാൻ പാടില്ല, എങ്ങനെയും മുടക്കണം. ഈ ലാടവൈദ്യം ഇവിടെ ചെലവാകുമെന്ന് ഒന്ന് നോക്കൂ സുസ്മിത. ഇത് ആ കുറച്ച് സമയത്തേക്ക് ഒരു ക്യാമറ വുമൺ ആവേണ്ടി വന്നു സുസ്മിത. ഈ മേഖലയിലെ എനിക്കൊരു ഭാവി ഉണ്ടോന്ന് നീ നോക്കിട്ട് പറ. അത് തന്നെ. താങ്ക്സ് മോളെ, ഈ ഐഡിയ പറഞ്ഞു തന്നേന്. ഹലോ എടി, ഞാൻ നിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയാ വിളിച്ചത്. ഓ, താലി മഹാത്മ്യമൊക്കെ കുറെ കേട്ടിട്ട് നിൽക്കുക ഞാൻ. ഇനി നിന്റെ വക കൂടി കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. താലി കെട്ട് കഴിഞ്ഞു എന്നുള്ളത് ശരിയാ, അതല്ലല്ലോ പ്രധാനം. ഇനി വേറൊരു ചടങ്ങ് കൂടിയുണ്ട്, ശാന്തി മുഹൂർത്തം. എടി, അത് നടക്കാൻ പാടില്ല. നിന്റെ തലയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞതാ. നിനക്ക് മാത്രമല്ല, എനിക്കും വയറുവേദന. ഈ വയറുവേദന എന്ന് പറയുന്നത് പുറമേക്ക് കാണാൻ പറ്റുന്ന സംഗതിയൊന്നും അല്ലല്ലോ. അവന്റെ ഒരു ശാന്തി മുഹൂർത്തം പകൽക്കിനാവ് കാണുകയുള്ളൂ. ശാലിനി, ശാലിനി, ഇത് ചതിയാ. നിന്നേക്കാൾ വലിയ ചതിയൊന്നും ആരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല സുസ്മിതേ. നീ സ്വയം ഒരു ചതിയാ. ഈ കല്യാണം ചതി, നിന്റെ ജീവിതം ചതി. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സത്യാമ്മ വരെ ചതിക്കുന്നു. ശാലിനി, ശാലിനി, എന്താടി നീ ഇതിൽ പറഞ്ഞു വച്ചിരിക്കുന്നെ? കണ്ടു നോക്ക്. സത്യഭാമേ, നിങ്ങളൊരു മരമണ്ടിയാ. ഈ സുസ്മിത ആരാണെന്ന് നിങ്ങൾക്ക് ഇനി അറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.